إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും അവൻ വിട്ടുപുറത്ത് മാപ്പി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗികളായ ആളുകളുടെ രോഗം എത്രയും പെട്ടെന്ന് ഏറ്റവും ഖൈറായ രൂപത്തിൽ അവൻ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അവൻ വിശാലമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികൾ എന്ന നിലക്ക് നാം പരീക്ഷണങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നും എങ്ങനെയാണ് അവയെ കാണേണ്ടതെന്നും, പ്രത്യേകിച്ച് സാമൂഹിക പരീക്ഷണങ്ങൾക്ക് പിന്നിലെ ദൈവിക താല്പര്യങ്ങൾ എന്താണെന്നും കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതിന്റെ തുടർച്ചയെന്നോണം ഇത്തരം ഫിത്നകളെയും പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ മേൽ വന്നു ചേരുന്ന ചില ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്, ആ സാഹചര്യത്തിൽ നമ്മുടെ മേൽ വന്നു ചേരുന്ന ചില കടമകളെ കുറിച്ചും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയും ഇത്തരം ഫിത്നകളിൽ വിജയികളായിട്ട് മാറാൻ നാം സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്താൻ ഈ ഒരു ഖുതുബയിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി
വിശ്വാസികൾ എന്ന നിലക്ക് പരീക്ഷണങ്ങളോട് നാം സ്വീകരിക്കേണ്ട നിലപാട്, ഏറ്റവും ഒന്നാമത്തെ നിലപാട്, കഠിനമായ പരീക്ഷണങ്ങളെയും ഫിത്നകളെയും നാം ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, അയ്യുഹന്നാസ് ലാ തതമന്നൂ ലിഖാ അൽ അദു. സഹാബാക്കൾ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുന്നതിനെ ആഗ്രഹിക്കരുത്. ശത്രുപക്ഷവുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും അതിനെ ആഗ്രഹിക്കുകയും ചെയ്യരുത്. എന്നാൽ ഫഇദാ ലഖീതുമൂഹും, അങ്ങനെ ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന, നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ, അങ്ങനെ യുദ്ധത്തിനിറങ്ങേണ്ടി വന്നാൽ ഫസ്ബിറു, നിങ്ങൾ സ്ഥൈര്യവും ധൈര്യവും ഉള്ളവരായിട്ട് മാറുക, നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. അതൊരു മറുഭാഗം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി വിശ്വാസി സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം. ഫിത്നകളെ ആഗ്രഹിക്കാതിരിക്കുക. വിശ്വാസമില്ലാത്ത ചില ആളുകളുടെ ചില ലക്ഷണങ്ങൾ, ദുർബല വിശ്വാസികളായ ചില ആളുകളെ സംബന്ധിച്ച് സൂറത്തു നിസായിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു ജിഹാദ് നിർബന്ധമാക്കുന്നതിന് മുന്നേ, പടച്ചവൻ യുദ്ധം നിർബന്ധമാക്കുന്നതിന് മുന്നേ ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് യുദ്ധം ചെയ്യാനുള്ള അനുവാദത്തിന് വേണ്ടി ഒന്ന് ചോദിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ശത്രുപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യണം, അവർക്കെതിരെ പോരാടണം, അവർക്കെതിരെ വിജയം കൈവരിക്കണം, അവരെ തച്ച് തകർക്കണം. ഇങ്ങനെ അവരെന്നും ആവശ്യങ്ങൾ ഉന്നയിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തിനെതിരെ പോരാടാഞ്ഞിട്ട്, അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാഞ്ഞിട്ട് അവരുടെ കൈവെള്ള വിറക്കുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് ആ പ്രയോഗം. അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫൂ ഐദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സകാ. ഒരു കൂട്ടരെ താങ്കൾ കണ്ടില്ലേ? അവരോട് പറയപ്പെടുമ്പോൾ കുഫൂ ഐദിയകും, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, നിങ്ങളുടെ കൈകൾ മടക്കി വെച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിനിറങ്ങാതെ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ, വഅഖീമുസ് സ്വലാത വആതുസ് സകാ, നിങ്ങൾ ഇപ്പോ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർ പറയുമായിരുന്നു, അവർ ആഗ്രഹിക്കുമായിരുന്നു ഒരു യുദ്ധം വന്നു കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, അവർക്ക് യുദ്ധം നിർബന്ധമായപ്പോഴോ, ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശ്യതില്ലാഹി ഔ അശദ്ദ ഖശ്യ, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ അതിശക്തമായി മനുഷ്യരെ ഭയപ്പെടുന്ന ഭീരുക്കളായിട്ട് അവർ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല യഥാർത്ഥ യുദ്ധം എന്നവർ തിരിച്ചറിയാണ്. ആ ഭയാനകത, ആ ഭീകരത, അതൊക്കെയും അവർ നേരിട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം വന്നെത്തിയപ്പോഴേക്ക് അവരുടെ ധീരതയൊക്കെയും ഒലിച്ചുപോയി അവർ ഭീരുക്കളായിട്ട് മാറാണ്. ചില ആവേശഘട്ടങ്ങളിൽ അവർ വീമ്പ് പറഞ്ഞിരുന്നുവെങ്കിലും ആ സാഹചര്യത്തിൽ അവർ അള്ളാഹുവോട് പറയാണ്, ലിമ കതബ്ത അലൈനൽ ഖിതാൽ, അള്ളാഹുവേ എന്തിനാണ് നീ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? ലിമ കതബ്ത അലൈനൽ ഖിതാൽ ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്, കുറച്ചുകൂടി കാലം സുഖസുന്ദരമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹം ഇത്തരം യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോ എല്ലാം മറന്നുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോഴേ, അതിനു മുന്നേ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ചില ദുർബല വിശ്വാസികളായ ആളുകൾ ആ സാഹചര്യം വന്നെത്തിയപ്പോഴേക്ക് അതിൽ നിന്ന് പിന്മാറാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കരുത്. കാരണം ആ സാഹചര്യം വന്നെത്തിക്കഴിഞ്ഞാൽ ആർക്കാണ് അതിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുക എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങളെ തൊട്ടെന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ അശക്തതയിൽ നിന്ന് എന്നെ കാക്കണമേ, അലസതയിൽ നിന്ന് എന്നെ കാക്കണമേ, വ അഊദു ബിക മിനൽ ജുബൻ, ഭീരുത്വത്തിൽ നിന്ന് എന്നെ കാക്കണമേ. ആ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്ന കാര്യത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ ഹയാത്തി വൽ മമാത്ത്, എല്ലാ അർത്ഥത്തിലുള്ള ഫിത്നകളിൽ നിന്നും പടച്ചവനെ നീ എന്നെ കാക്കണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്നകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു.
സഹാബാക്കൾ അതികഠിനമായ പരീക്ഷണങ്ങളെയും ഫിത്നകളെയും ഭയപ്പെട്ടിരുന്നു. അവർ അള്ളാഹുവിനോട് അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് വരല്ലേ എന്നവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അത് അവർക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല, അവർ ഭീരുക്കളായതുകൊണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈമാൻ അങ്ങേയറ്റം ദുർബലമാണ്, അത്തരം ഫിത്നകളൊന്നും നേരിടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ലെന്ന അവരുടെ ഒരു താഴ്മയായിരുന്നു അവരുടെ ഈ നിലപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും യഥാർത്ഥത്തിൽ പ്രകടമായത്. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം താഴ്മയുള്ളവരായിരിക്കും എപ്പോഴും വിശ്വാസികൾ. തങ്ങളുടെ വിശ്വാസം, തങ്ങളുടെ ഈമാൻ എന്നും ഞങ്ങൾക്ക് നഷ്ടമായേക്കാം. ആ ഈമാൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യവും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്നതാണ് എന്നും വിശ്വാസികൾ സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ, നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിന്റെ ആദ്യ ഭാഗത്ത് അങ്ങേയറ്റത്തെ അടിയുറച്ച വിശ്വാസത്തിന് ഉടമകളായിരുന്ന, അതിശക്തമായ വിശ്വാസത്തിന് ഉടമകളായിരുന്ന ചില യുവാക്കളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിന് അള്ളാഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആമനൂ ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച ഈമാനുള്ളവരായിരുന്നു അവർ. വസിദ്നാഹും ഹുദാ, പോരാഞ്ഞിട്ട് അവരുടെ ഹിദായത്ത് അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥൈര്യവും ധൈര്യവും നൽകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്കിടയിൽ നടക്കുന്ന ഒരു സംഭാഷണം നമുക്ക് കാണാൻ കഴിയും. ഇന്നഹും ഇൻ യദ്ഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലത്തിഹിം, അവർ ആ യുവാക്കളായ ആളുകൾ അതിശക്തമായ ഫിത്നകളെ തങ്ങളുടെ ഈമാൻ കൊണ്ട് അതിജയിച്ച ആളുകൾ, അതിശക്തമായ ഭരണകൂടത്തെയും ഭരണകർത്താക്കളെയും നേതാക്കളെയും തങ്ങളുടെ വിശ്വാസം കൊണ്ട് മാത്രം പ്രതിരോധിച്ച ആളുകൾ, ആ ആളുകൾ പരസ്പരം പറയുകയാണ്, അതിലുള്ള മുതിർന്ന ആള് മറ്റുള്ളവർ ഉപദേശിക്കുകയാണ്, നിങ്ങളെന്നും സൂക്ഷിക്കണം, കമ്പോളത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം പിടിക്കപ്പെട്ടേക്കാം. അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ നിങ്ങൾ അവരുടെ ആ മില്ലത്തിലേക്ക്, അവരുടെ ആ ആദർശത്തിലേക്ക്, ആ ത്യാഗം സഹിക്കാൻ കഴിയാതെ അവരുടെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയേക്കാം എന്ന് ഏറ്റവും ശക്തരായ വിശ്വാസികൾ പറയാണ്. അത്രമാത്രം തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. ഈ രൂപത്തിലാണ് വിശ്വാസികളുടെ നിലപാട്. എന്നാൽ അവിശ്വാസികളുടെ കപടന്മാരുടെ നിലപാടുകളെ സംബന്ധിച്ച് സൂറത്തുൽ ഹദീദിൽ കാണാൻ കഴിയും. അവരെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, ഫതൻതും അൻഫുസകും, കപടവിശ്വാസികൾക്കും വിശ്വാസികൾക്കുമിടയിൽ ഒരു മറ വെക്കപ്പെടുന്ന സാഹചര്യത്തിൽ, പരലോകത്തൊരു മറ വെക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ കപടവിശ്വാസികളായ ആളുകൾ മറുഭാഗത്തുള്ള വിശ്വാസികളെ വിളിച്ചു ചോദിക്കും, അലം നക്കും മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നുവല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നമസ്കരിക്കുകയും നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുക്കുകയും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും എന്തിനേറെ നിങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് വരെ വന്ന ആളുകളാണല്ലോ, അലം നക്കും മഅക്കും, പിന്നെ എന്താണ് നമുക്കിടയിൽ ഇന്നിങ്ങനെ ഒരു വേർതിരിവ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ആ സാഹചര്യത്തിൽ ആ വിശ്വാസികളായ ചില ആളുകൾ ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു കൊടുക്കും. സൂറത്തുൽ ഹദീദിൽ കാണാൻ കഴിയും ആ വചനം. അവർ എണ്ണി പറഞ്ഞു കൊടുക്കും. സൂറത്തുൽ ഹദീദിലെ 14-ാമത്തെ ആയത്തിൽ അതിൽ ഒന്നാമതായി വിശ്വാസികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഫതൻതും അൻഫുസകും, നിങ്ങൾ സ്വയം ഫിത്നകൾക്ക് നിന്നുകൊടുത്തു എന്നതാണ്. നിങ്ങൾ സ്വയം പരീക്ഷണങ്ങൾക്ക് വിധേയരായി, നിങ്ങൾ സ്വയം ഫിത്നകളിൽ ചെന്ന് ചാടി, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പറ്റി അമിതാത്മവിശ്വാസമുള്ള ആളുകളായിരുന്നു. എന്റെ ഈമാൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. അതേത് സുഹൃത്ത് ബന്ധത്തിൽ ഞാൻ ചെന്ന് കയറിയാലും, ഏത് സാഹചര്യത്തിൽ ഞാൻ ജീവിതം നയിച്ചാലും എന്റെ ഈമാൻ അങ്ങനെയൊന്നും നഷ്ടമാവുകയില്ല എന്ന ചിന്തയിലായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവർ ഈമാനിന് അത്രമാത്രമേ വില കൽപ്പിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണല്ലോ നാം അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന, അങ്ങേയറ്റം മൂല്യം കൽപ്പിക്കുന്ന വസ്തുക്കൾക്ക് യാതൊരു പോറലും ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ നമ്മൾ സംരക്ഷിക്കും, പരിരക്ഷിക്കും, അതിന് പരിരക്ഷണ നൽകും. പക്ഷെ നമ്മൾ വില കൽപ്പിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത കാര്യങ്ങൾ, അത് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിന് നമ്മൾ ആ അർത്ഥത്തിൽ സംരക്ഷണം നൽകാറില്ല. കപടവിശ്വാസികളും ദുർബല വിശ്വാസികളും ആ അർത്ഥത്തിലായിരുന്നു അവരുടെ വിശ്വാസത്തെ പരിഗണിച്ചിരുന്നത്. അതിന് ഏറ്റവും അവസാന സ്ഥാനമായിരുന്നു അവർ ജീവിതത്തിൽ നൽകുക. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല. ഇതൊക്കെ കൊണ്ടാണ് അവർ ഫിത്നകളെ ഭയപ്പെട്ടിരുന്നത്, ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നത്. അതുകൊണ്ട് ഒന്നാമതായി വിശ്വാസികൾ എന്ന നിലക്ക് ഇതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, അതിന് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, അള്ളാഹുവിനോട് നിരന്തരം അതിൽ നമ്മൾ കാവൽ തേടിക്കൊണ്ടേയിരിക്കുക. രണ്ടാമതായി അത്തരം ഫിത്നകളെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിന് വേണ്ടി നാം തയ്യാറാവുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അവയെ നേരിടാൻ സജ്ജരായി തീരുക എന്നതാണ് രണ്ടാമത്തെ നമ്മുടെ കടമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും,
بادروا بالأعمال الصالحة فستكونوا فتنا كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. നിങ്ങൾ നന്മകളിൽ മത്സരിക്കുക, സൽപ്രവർത്തനങ്ങളിൽ മത്സരിച്ച് മുന്നേറുക, അതിൽ ധൃതി കാണിക്കുക. കാരണം ഒരു കാലം വന്നേക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നേക്കാം, ഫിത്നയുടെ സാഹചര്യം വന്നേക്കാം. അത് വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും അവരുടെ ഈമാൻ നഷ്ടമാകും. പ്രദോഷത്തിൽ വൈകുന്നേരത്തിൽ വിശ്വാസിയായിരുന്ന ഒരാൾ ആ കാഠിന്യത്തിൽ, ആ ഫിത്നയുടെ കാഠിന്യം കൊണ്ട് പകലിൽ അവിശ്വാസിയായിട്ട് മാറും. പകലിൽ വിശ്വാസിയായിരുന്ന ആൾ വൈകുന്നേരമാകുമ്പോഴേക്കും തന്റെ വിശ്വാസം വലിച്ചെറിയും. ചെറിയ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി തന്റെ ദീനിനെ പകരം നൽകാൻ അവർ തയ്യാറാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നതിന് മുന്നേ തന്നെയും നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ഊർജം നിങ്ങൾ സംഭരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഈ ഹദീസിലൂടെ റസൂൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായി, അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാലും നന്മകളിൽ തുടരാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ആരാധനാനുഷ്ഠാനങ്ങളിൽ നമ്മൾ നിഷ്ഠയുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. രണ്ടാമത്തെ പാഠം എന്നത്, ഇന്ന് നമുക്ക് നിലവിലുള്ള അവസരങ്ങളെയും സാഹചര്യങ്ങളെയും സാധ്യതകളെയും സാധ്യമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുക, അത് നഷ്ടമാവുന്നതിന് മുന്നേ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇന്ന് നമുക്കുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഒരുപക്ഷെ നാളെ നമുക്ക് നഷ്ടമായേക്കാം. ഇന്ന് നമുക്കുള്ള ആരോഗ്യം അത് നാളെ രോഗമായി മാറിയേക്കാം. ഇന്ന് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ നാളെ അത് അടഞ്ഞു പോയേക്കാം. ഈ രൂപത്തിൽ നമ്മുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾക്ക് വേണ്ടി നാം സജ്ജരായി മാറുക, നാം തയ്യാറാവുന്നവരായിട്ട് മാറുക. നമ്മൾ ആലോചിച്ച് നോക്കുക, കുറച്ചു കാലങ്ങൾക്ക് മുന്നേ പല അവസരങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് ആ അവസരങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. പ്രബോധന പ്രവർത്തനങ്ങൾക്കും ആശയ പ്രചാരണങ്ങൾക്കൊക്കെയും ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യവും നമുക്കിന്ന് പല രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൈകളിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അവസരങ്ങള്, അത് ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ലോകത്ത് പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം പോലും ദീനിന്റെ വിഷയത്തിൽ ലഭിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് ചുറ്റുപാടെമ്പാടും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം നമ്മൾ ആർത്ഥത്തിൽ നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെയും നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾക്കാകട്ടെ മറ്റിതര സാമൂഹിക പ്രവർത്തനങ്ങൾക്കാകട്ടെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാദിറു ബിൽ അഅ്മാലിസ് സാലിഹ. ആ ഫിത്നകൾ വരുന്നതിന് മുന്നേ തന്നെയും ഇത്തരം നന്മകളിൽ നമ്മൾ ചാടിക്കയറുക, മുന്നേറുക, അവ പ്രയോജനപ്പെടുത്തുക. ആ അർത്ഥത്തിൽ അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക. അത് നഷ്ടപ്പെടാൻ നമ്മൾ കാത്തിരിക്കരുത്. മൂന്നാമതായി നമ്മുടെ കടമ എന്നുള്ളത്, അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ നമ്മളിലേക്ക് സംജാതമായി കഴിഞ്ഞാൽ, അതിനെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിശ്ചലരായി കഴിയുന്നതിന് പകരം സാധ്യമായ രൂപത്തിൽ അതിനെതിരെ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും സാധ്യമായ രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിക്രമങ്ങൾക്കും അനീതികൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരിൽ അതുവയെ കൈകെട്ടി നോക്കി നിൽക്കുന്നതിന് പകരം നമ്മെക്കൊണ്ട് സാധ്യമായ രൂപത്തിൽ അതിനെതിരിൽ പോരാടാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. നിഷ്ക്രിയരായി അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നവരെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠരാക്കി കൽപ്പിച്ചിട്ടുള്ളത്, അല്ലാഹു ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത്, അല്ലാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരായിട്ടുള്ളത് സാധ്യമായ രൂപത്തിൽ അതിനെതിരിൽ പോരാടുന്നവരാണ്. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ദറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. തങ്ങളുടെ സ്വത്തും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ആരോഗ്യവും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിക്കുന്ന, സമരം ചെയ്യുന്ന ആളുകളും ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകളും ലാ യസ്തവി, ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും സമന്മാരല്ല എന്ന് വളരെ ഖണ്ഡിതമായി വിശുദ്ധ ഖുർആനോട് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അബൂദാവൂദും തിർമിദിയും നസായി ഒക്കെയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. മൻ ഖുതില ദൂന മാലിഹി ഫഹു ഷഹീദ്. ഒരാൾ തന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ, ഒരാൾ തന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമ്പോൾ ആ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിനിടയിൽ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ, കൊല്ലപ്പെടുകയാണെങ്കിൽ ഫഹുവ ഷഹീദ്, അയാൾ ഷഹീദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാം. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്. സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഫഹുവ ഷഹീദ്, അയാളും ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള തത്രപ്പാടിനിടയിൽ, അതിനുള്ള ശ്രമത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെടുകയാണ്, ഫഹുവ ഷഹീദ്, അയാളും ഷഹീദാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്.
നിഷ്ക്രിയത്വത്തെയും ഭീരുത്വത്തെയും അള്ളാഹുവും അവന്റെ റസൂലും എത്രമാത്രം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു എന്ന് നോക്കുക. ഈ ഇത്തരം ഖുർആനായത്തുകളിലൂടെ, ഇത്തരം വചനങ്ങളിലൂടെ നാം എന്നും ക്രിയാത്മകമായി കാര്യങ്ങളിൽ ഇടപെടേണ്ടവരാണ് എന്ന വലിയൊരു പാഠമാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ സാധ്യമായ രൂപത്തിൽ അക്രമങ്ങൾക്കെതിരിൽ, അനീതിക്കെതിരിൽ പോരാടേണ്ടവരാണ്. അതിനെതിരിൽ പ്രതിരോധം തീർക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ നാം കൊല്ലപ്പെട്ടാൽ പോലും അവിടെ അയാൾ ഷഹീദാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ സമ്പത്ത് എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ആ സമ്പത്തിനെതിരിൽ അനീതി നടമാടുമ്പോൾ, അതിനെതിരിൽ അനീതി കാണിക്കപ്പെടുമ്പോൾ അതിനെതിരിൽ എത്രമാത്രം ശക്തമായ നിലപാടുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ച വിശ്വാസികൾ അവരുടെ ആദർശം കൃത്യമായി ലക്ഷ്യം വെക്കപ്പെടുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ നാം എത്രമാത്രം ബാധ്യസ്ഥരാണ് എന്ന് ഇത്തരം ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആലോചിച്ചു നോക്കുക. സാമൂഹികമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ ആ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അതിനെതിരെ പോരാടാൻ, അതിനെതിരെ നിലനിൽക്കാൻ, അതിനെതിരെ നിലപാടെടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രൂപത്തിൽ ഒഴിഞ്ഞു മാറിയിരിക്കാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള, സാമൂഹിക സാക്ഷരതയുള്ള ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത് ഒരു വിശ്വാസിയുടെ നിലപാടുമല്ല. മറിച്ച് അതിനെതിരിൽ കൃത്യമായി ഓരോരുത്തരും അവരവരുടെ ഭാഗതയും പൂർണ്ണമാക്കണം. അവരവരുടെ ഉത്തരവാദിത്തം ഓരോരുത്തരും നിർവഹിക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ അർഹരായിട്ട് മാറുക. സൂറത്തുൽ ഖസസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിയർക്ക് ഞാൻ വിജയം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ടുടനെ മൂസയുടെ മാതാവിന്റെ ഒരു പ്രവൃത്തിയെ സ്മരിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയെ നാം ഉണർത്തുന്നുണ്ട്. ബനൂ ഇസ്രായേലിയർക്ക് ഞാൻ വിജയം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തൊട്ടുടനെ ആദ്യമായിട്ട് ആ വിജയത്തിന് വേണ്ടി ബനൂ ഇസ്രായേലിയരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രവൃത്തിയായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞത് മൂസയുടെ മാതാവിന്റെ ഒരു പ്രവൃത്തിയാണ്. നാം മൂസയുടെ മാതാവിന് കൽപ്പന കൊടുക്കുകയാണ്. നമുക്കറിയാം, തന്റെ ചുറ്റുഭാഗത്തു നിന്നും എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെയും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ആൺകുട്ടികളൊക്കെയും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂസയുടെ മാതാവ് മൂസ അലൈഹി ഇസ്ലാമക്ക് ജന്മം നൽകുന്നത്. ഏതൊരു മാതാവിനെയും പോലെ തന്റെ കുഞ്ഞും തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, ഭയം ആ മാതാവിനെയും പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പന, അൻ അർദിഇ, നീ അവരെ മുലയൂട്ടുക. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം, അവൻ നഷ്ടപ്പെട്ടേക്കുമോ ഇതിന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അവന്റെ വിഷയത്തിൽ നിനക്ക് ഭയമുണ്ടെങ്കിൽ ഫഅൽഖീഹി ഫിൽ യം, അവനെ നദിയിൽ ഒഴുക്കുക. വളരെ വിചിത്രമായ ഒരു കൽപ്പന. എന്റെ മകൻ, തന്റെ ഈ പിഞ്ചു പൈതൽ, അവൻ കൊല്ലപ്പെടുമോ, അവൻ എനിക്ക് നഷ്ടമാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു മാതാവിന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ നദിയിലേക്ക് ഒഴുക്കാൻ സാധിക്കുക? പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്, ഫഅൽഖീഹി ഫിൽ യം. അള്ളാഹു ഒരു വാഗ്ദാനം കൂടി നൽകുകയാണ്, ഇന്നാ റാദൂഹു ഇലൈക്, അങ്ങനെ ചെയ്യാൻ നീ തയ്യാറാവുകയാണെങ്കിൽ ആ മൂസയെ ഞാൻ നിനക്ക് തന്നെ തിരികെ നൽകുന്നതാണ്. മൂസയുടെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ മാപ്പിനെ വെച്ച് കാര്യങ്ങളെ അളക്കാതെ ആ കൽപ്പനയെ അതേപടി അനുസരിക്കാൻ അവർ തയ്യാറായി. അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചു. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, ആ ഉമ്മ സങ്കടപ്പെടാതിരിക്കാൻ അവരുടെ കണ്ണിന് കുളിർമയേകുന്ന രൂപത്തിൽ ആ കുട്ടിയെ നാം ആ മകന്, ആ ഉമ്മയ്ക്ക് തിരിച്ചു നൽകുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് തന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ച മൂസയുടെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ഫറോവമാരുടെ കിരാതമായ ഭരണത്തിന്റെ പതനത്തിനാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ താൻ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് മൂസയുടെ മാതാവ് തിരിച്ചറിഞ്ഞിരുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം ഞാൻ ഇവിടെ പൂർത്തീകരിച്ചപ്പോൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ബനൂ ഇസ്രായേലിയരുടെ വിമോചനത്തിന്റെ പാതയാണ് ഞാൻ തുറന്നിരിക്കുന്നത് എന്ന് മൂസയുടെ മാതാവിന് ആ സാഹചര്യത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അവരാകെ ചെയ്തെന്താണ്? അള്ളാഹു എന്നോട് കാര്യം കൽപ്പിച്ചു, അവരുടെ ഉത്തരവാദിത്വം അവർ പൂർത്തീകരിച്ചു. ഫിറഔനിന്റെ ഫിത്നയിൽ നിന്ന് ബനൂ ഇസ്രായേലിനെ രക്ഷിക്കാൻ മൂസയുടെ മാതാവിന്റെ ഉത്തരവാദിത്തമായിരുന്നില്ല മൂസ അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഉത്തരവാദിത്തമായിരുന്നില്ല മൂസയുടെ സഹോദരിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ രൂപത്തിൽ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ആ ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ രക്ഷ ലഭിക്കുക, ആ ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക. ഓരോരുത്തരും അവരാൽ കഴിയുന്ന കാര്യങ്ങൾ
ദീനിനു വേണ്ടി ബലി നൽകാൻ തയ്യാറാകുമ്പോഴാണ്, ത്യജിക്കാൻ തയ്യാറാകുമ്പോഴാണ് മൂസയുടെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പിഞ്ചോമനയെ കുറച്ചു സമയത്തേക്ക് അവർ ബലി നൽകാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാനും ബലി നൽകാൻ അവർ തയ്യാറായി. ആ രൂപത്തിൽ നാം ഓരോരുത്തരും നമ്മെ കൊണ്ട് സാധ്യമായതൊക്കെയും നമ്മൾ നേരിടുന്ന ഫിത്നയെ പ്രതിരോധിക്കാൻ നാം ബലി നൽകേണ്ടതുണ്ട്, ത്യജിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ സമയമായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ ബന്ധങ്ങളായിരിക്കാം, ഈ രൂപത്തിൽ എന്തുമാകട്ടെ. അതെങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇതൊരു പരിഹാരമാവുക എന്നതിനെ പറ്റി ആലോചിക്കാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വമാണ്. നാം ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ബനൂ ഇസ്രായേലർക്ക് അള്ളാഹു മോചനം നൽകിയത്. മൂസ അലൈഹിസ്സലാം, ഏതൊരു മൂസയെ ഭയന്നുകൊണ്ടാണോ ഫിറഔൻ നാട്ടിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്, അതേ മൂസയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഫിറഔനിന്റെ ചിലവിൽ തന്നെ വളർത്തി. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ പരിഹാര നടപടികൾ. അത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണ്. നമ്മൾ വിചാരിക്കുന്ന, നാം നിർദ്ദേശിക്കുന്ന പരിഹാര നടപടികൾക്ക് അപ്പുറത്താണ് അള്ളാഹു കണ്ടുവച്ചിട്ടുള്ള പരിഹാര നടപടികൾ. പക്ഷേ അതിലേക്ക് എത്തിച്ചേരാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കുക എന്നതാണ്. ഞാനിവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കാനാണ്? അങ്ങനെയല്ല. അള്ളാഹുവിന്റെ മുന്നിൽ നാം ഓരോരുത്തരായിക്കൊണ്ടാണ് വിചാരണ ചെയ്യപ്പെടുക. അള്ളാഹു എന്നോട് ചോദിക്കുക, ഇന്നൊരു അധർമ്മത്തിനെതിരെ, ഇന്നൊരു അനീതിക്കെതിരെ, ഇന്നൊരു തിന്മയ്ക്കെതിരെ നീ എന്ത് ചെയ്തു എന്നാണ് അള്ളാഹു എന്നോട് ചോദിക്കുക. ഇന്നൊരു ഭരണാധികാരി എന്ത് ചെയ്തോ ചെയ്തില്ലേ എന്ന് അള്ളാഹു എന്നോടല്ല ചോദിക്കുക. സ്വന്തം ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് മറ്റുള്ളവർ നിർവഹിക്കാത്ത ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് വാചാലരാകും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അള്ളാഹു എന്നോട് ചോദിക്കുക അവരെ പറ്റിയല്ല. അള്ളാഹു എന്നോട് ചോദിക്കുക ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ചെയ്യാമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ, അതിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വ്യാകുലപ്പെടുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളത്. നാലാമത്തെ ഉത്തരവാദിത്തം എന്നത് അൽ ഇസ്തിആനത്തു വസ്സബ്ർ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, ക്ഷമ അവലംബിക്കുന്ന ആളുകളായിട്ട്, ക്ഷമാശീലരായിട്ട് മാറുക എന്നതാണ്. ഖാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹയി നിസാഅഹും വഇന്നാ ഫൗഖഹും ഖാഹിറൂൻ. ഫിറഔൻ പ്രഖ്യാപിച്ചൊരു സാഹചര്യം സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. ഫിറഔൻ പ്രഖ്യാപിക്കാണ്, ഞാൻ സനുഖത്തിലു അബ്നാഅഹും, ബനൂ ഇസ്രായേലിന്റെ ഓരോ മക്കളെയും ഞാൻ കൊന്നൊടുക്കും. വനസ്തഹയി നിസാഅഹും, അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് പീഡിപ്പിക്കും. വഇന്നാ ഫൗഖഹും ഖാഹിറൂൻ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ സ്വേച്ഛാധിപത്യം അവർക്ക് മേലെ നാം പ്രയോഗിക്കും. ആ സമയത്ത് നിസ്സഹായരായി കഴിഞ്ഞിരുന്ന മൂസ അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഖാല മൂസ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുക. അങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് വെറുതെ ഇരിക്കലല്ല, വസ്ബിറു, അതോടൊപ്പം നിങ്ങൾ സ്വബറുള്ളവരായിട്ട് മാറുക, ക്ഷമ കൈക്കൊള്ളുന്നവരായിട്ട് മാറുക. ഏതൊരു വിജയത്തിന്റെയും കാമ്പ് അത് ക്ഷമയാണ്, സ്വബറാണ്. പിന്നീട് ഇത് പുലരുന്നത് നമുക്ക് കാണാൻ കഴിയും. വഔറസ്നൽ ഖൗമല്ലദീന കാനൂ യുസ്തദഅഫൂന മശാരിഖൽ അർദി വമഗാരിബഹ അല്ലതി ബാറക്നാ ഫീഹാ വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്നാ അലാ ബനി ഇസ്രായീല ബിമാ സ്വബറു. വഔറസ്നൽ ഖൗമല്ലദീന കാനൂ യുസ്തദഅഫൂന മശാരിഖൽ അർദി വമഗാരിബഹ, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു സമൂഹത്തിന് ആ ഭൂമിയുടെ കിഴക്ക് ഭാഗവും നാം അനുഗ്രഹിച്ച പടിഞ്ഞാറ് ഭാഗവും നാം അനന്തരമായി നൽകി. എന്തുകൊണ്ടാണ് അത് നൽകിയത്? എങ്ങനെയാണ് അവർ അതിന് അർഹരായിട്ട് മാറിയത്? ബിമാ സ്വബറു, അവർ ക്ഷമ കൈകൊള്ളാൻ തയ്യാറായി എന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അത് സ്വബറാണ്, ക്ഷമയാണ്. സ്വബർ എന്ന് പറയുമ്പോൾ ക്ഷമ എന്ന അർത്ഥം വെക്കുമെങ്കിലും യഥാർത്ഥത്തിൽ സ്വബർ എന്ന അറബി പദത്തിന്റെ അർത്ഥം സഹനതയും അതോടൊപ്പം തന്നെ സ്ഥൈര്യവും ധൈര്യവും മനോബലവും ഇച്ഛാശക്തി ഒക്കെയും ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു സ്വഭാവ ഗുണത്തിനാണ് അറബിയിൽ സ്വബർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ സ്വബർ ഉപയോഗിച്ച മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാൽ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു മനുഷ്യരെ പരീക്ഷിക്കുന്ന ചില ഘട്ടങ്ങൾ, പരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചില രൂപങ്ങൾ വളരെ പരിചിതമായ നമുക്ക് ആയത്താണത് സൂറത്തുൽ ബഖറയിലെ. അല്ലാഹു മനുഷ്യരെ ഭയം കൊണ്ട് പരീക്ഷിക്കും, അല്ലാഹു മനുഷ്യരെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, അല്ലാഹു മനുഷ്യരെ സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ഉറ്റവരുടെ വേർപാടിലൂടെ പരീക്ഷിക്കും, കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും. പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെയും ആർക്കാണ് ഈ സാഹചര്യങ്ങളെ അതിജയിക്കാൻ കഴിയുക? നമ്മൾ ആലോചിച്ച് നോക്കുക. സാമ്പത്തിക നഷ്ടം വരുമ്പോൾ ആർക്കാണ് ആ സാഹചര്യത്തെ ധൈര്യപൂർവ്വം അതിജയിക്കാൻ കഴിയുക? ഉറ്റവര് മരണപ്പെടുമ്പോൾ, ഭീതിജനകമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആർക്കാണ് അതിനെ അതിജയിക്കാൻ കഴിയുക? അവരെ ഖുർആൻ വിശേഷിപ്പിച്ചത് സാബിരീൻ എന്നാണ്. വബശ്ശിരി സാബിരീൻ, ഈ സാഹചര്യങ്ങളൊക്കെയും അതിജയിക്കാൻ കഴിയുന്ന ആളുകൾ സാബിരീങ്ങളായ ആളുകളാണ്.
മാത്രമല്ല പലയിടങ്ങളിലും ഖുർആനിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് സബർ ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയ്യൂന കസീറുൻ ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ളഅഫു വമസ്തകാനു വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. ഒരർത്ഥത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏൽക്കേണ്ടി വരുന്ന യാതൊരു എത്ര വലിയ പ്രതിസന്ധികളുടെ മുന്നിലും തളരാത്ത ചില വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ഫമാ വഹനു, അവർ തളർന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ കാരണം ഫമാ വഹനു, അവർ തളർന്നില്ല. ഒമാ ദൗഫു, അവർ ദുർബലരായില്ല. ഒമസ്തകാനു, അവർ ഒതുങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. ആരാണ് അവർ? അല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സാബിരീങ്ങളായ ആളുകൾ. ഇതാണ് സബർ എന്ന് പറഞ്ഞാൽ. നമുക്ക് പോരാടാൻ സബർ ആവശ്യമാണ്, സമരം ചെയ്യാൻ സബർ ആവശ്യമാണ്, ത്യാഗം അനുഭവിക്കാൻ സബർ ആവശ്യമാണ്, ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള മനോബലം ലഭിക്കാൻ സബർ ആവശ്യമാണ്. അപ്പോഴാണ് നമ്മൾ സാബിറായിട്ട് മാറുക. നമ്മൾ പലപ്പോഴും സബറിന്റെ ഒരു ഭാഗത്തെ മാത്രമാണ് മനസ്സിലാക്കുക. ഇതൊക്കെയും ചേർന്നുകൊണ്ടുള്ള സഹനമാണ് യഥാർത്ഥത്തിൽ സബർ എന്നുള്ളത്. വിശ്വാസികളുടെ ഏറ്റവും വലിയ ശക്തിയാണത്. അള്ളാഹുവിനോട് സഹായം തേടുക, ക്ഷമയുള്ളവരായിട്ട് മാറുക. വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി ഖാലു റബ്ബനാ അഫ്രിഖ് അലൈനാ സബറ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. താലൂത്തിന്റെ സൈന്യം, അതിശക്തരായ ജാലൂത്തിന്റെ സൈന്യത്തെ നേരിടാൻ അവരുടെ മുന്നിലേക്ക് എത്തിയ സമയത്ത്, എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് സാധ്യമായതൊക്കെ ചെയ്തു. അങ്ങനെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ അഫ്രിഖ് അലൈനാ സബറ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സബർ നൽകി അനുഗ്രഹിക്കണമേ എന്ന് താലൂത്തിന്റെ സൈന്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നമുക്ക് ബദറിലും സമാനമായ ഉദാഹരണം കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒക്കെ ചെയ്തു. എവിടെ നിൽക്കണം, ഓരോരുത്തർ എവിടെ നിൽക്കണം എന്നൊക്കെ തീരുമാനിച്ചു. അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകി. അതിനുശേഷമാണ് രാത്രി അദ്ദേഹത്തിന്റെ ടെന്റിലേക്ക് വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലം മുഴുവൻ അള്ളാഹുവിനോട് ഇസ്തിആന ചെയ്തുകൊണ്ടിരുന്നത്, അള്ളാഹുവിനോട് തേടിക്കൊണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നത്. നമ്മൾക്ക് പലപ്പോഴും ഒന്നുകിൽ സബർ ഉണ്ടാകും, അതല്ലെങ്കിൽ ഇസ്തിആനത്ത് മാത്രമായിരിക്കും. ഇത് രണ്ടു കൂടി ചേരുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയുക. വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം ഇൻ തകൂനൂ തഅലമൂൻ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ശത്രുപക്ഷത്തെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ദുർബലരാകരുത്. കാരണം എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ നിങ്ങൾക്കും സഹിക്കാൻ കഴിഞ്ഞേക്കാം, നിങ്ങൾക്കും ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം, അവർക്കും അതുപോലെ സഹിക്കാനും ത്യാഗം അനുഭവിക്കാനും കഴിഞ്ഞേക്കാം. പക്ഷേ അവർക്കില്ലാത്ത ഒന്ന് നിങ്ങൾക്കുണ്ട്. വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്ന് അള്ളാഹുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവനുണ്ട്, പടച്ചവന്റെ വാഗ്ദാനങ്ങളുണ്ട്. അള്ളാഹു ഹക്കിനെ വിജയിപ്പിക്കുമെന്ന വാഗ്ദാനം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദുർബലരായിട്ട് മാറുക എന്ന് അള്ളാഹു നമ്മൾ ഉണർത്തുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല ഏത് ഫിത്നകളെയും അതിജയിക്കാൻ കെൽപ്പുള്ളവരായി നാം എവരെയും മാറ്റുമാറാകട്ടെ. ഏത് ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഫിത്നകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ സധൈര്യം പോരാടാനും നമ്മെ കൊണ്ട് സാധ്യമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.